ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിയ കേസിൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസിൽ നിന്ന് ഇ.ഡി. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. വാഹന ഇടപാടുകൾക്ക് പിന്നിൽ സാമ്പത്തിക ക്രമക്കേടുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഇ.ഡി. നീക്കം. അതേസമയം ഓപ്പറേഷൻ നുങ്കോർ പരിശോധനയിൽ ഇന്ന് 2 കാറുകൾ കൂടി കസ്റ്റംസ് പിടികൂടി. കാർ വിൽപ്പനയിലൂടെ രാജ്യത്തിനകത്തും പുറത്തുമായി കോടികളുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നു എന്ന നിഗമനത്തിലാണ് ഇ.ഡിയുടെ അന്വേഷണം. ഫെമ PMLA നിയമങ്ങൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വാഹനക്കടത്തിൽ നിലനിൽക്കുമോ എന്ന് പരിശോധിക്കുന്നുണ്ട്. വാഹന ഇടപാടുകളിലൂടെ ലഭിച്ച തുക ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നുവെന്ന കസ്റ്റംസ് വെളിപ്പെടുത്തലിൽ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ വിവരങ്ങൾ തേടും. നോട്ടീസ് നൽകിയിട്ടുണ്ട്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ അടക്കമുള്ള എല്ലാ രേഖകളും ഹാജരാക്കണമെന്നും നിർദ്ദേശിച്ചു. കൃത്യമായ രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് കടക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. ദുൽഖറിന്റെ 2 വാഹനങ്ങൾ കൂടി കസ്റ്റംസ് നിരീക്ഷണത്തിലാണ്. തന്റെ പേരിൽ 1 വാഹനം മാത്രമാണ് പിടിച്ചെടുത്തതെന്ന് അമിത് ചക്കാലക്കൽ. 5 വണ്ടി ഗരാജിൽ കിടന്ന വണ്ടികൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്റെ ഉൾപ്പെടെ 7 വണ്ടി. എന്റെ ഒറ്റ വണ്ടിയുള്ളൂ. MP09W1522 എന്ന് പറയുന്ന ലാൻഡ് ക്രൂസർ 1999 ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ വാഹനമുള്ളൂ എന്റെ. പിടിച്ചെടുത്ത ആഡംബര വാഹനങ്ങൾ ഉടമകൾക്ക് തന്നെ കസ്റ്റംസ് വിട്ടുകൊടുക്കും. സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ നോട്ടീസ് നൽകാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. നിയമ നടപടികൾ അവസാനിക്കും വരെ ഇവ ഉപയോഗിക്കാൻ പാടില്ല. കുറ്റം തെളിഞ്ഞാൽ വാഹനങ്ങൾ കണ്ടുകെട്ടും. ഓപ്പറേഷൻ നുംകൂർ പരിശോധനകൾ തുടരുകയാണ്. ഇറക്കുമതി നികുതി വെട്ടിച്ച 2 വിദേശക്കാരുകൾ കൂടി ഇന്ന് പിടിച്ചെടുത്തു. എറണാകുളത്തെ കുണ്ടന്നൂരിൽ നിന്ന് അരുണാചൽ പ്രദേശ് രജിസ്ട്രേഷൻ ലാൻഡ് ക്രൂസർ കാറും അടിമാലിൽ നിന്ന് ലാൻഡ് ക്രൂസർ പ്രാഡോ കാറുമാണ് പിടിച്ചെടുത്തത്. അടിമാലിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസറായ യുവതിയിൽ നിന്നാണ് വാഹനം പിടിച്ചെടുത്തത്. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.